ഹലോ, ഞാനും അച്ഛനും ശീതാനും പീലിക്കുട്ടിയും കൂടി പോണത് എങ്ങോട്ടാണെന്നറിയോ? ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണം ഇവിടെ അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരെയാണേ. അരീക്കോടാണ് കേട്ടോ കല്യാണം ഉള്ളത്. അച്ഛൻ്റെ മാമൻ്റെ മോൻ്റെ മോളെ കല്യാണമാണ്. ഇന്നാണ് തലേ ദിവസം. അപ്പം ഞങ്ങൾ തലേന്ന് പോയി വരികയാണ് കേട്ടോ. ഞങ്ങൾക്ക് നാളെ കല്യാണത്തിന് പോകാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ പഞ്ചാബി ഹൗസ് പറഞ്ഞാൽ വണ്ടിക്കൊരു സൈഡ് വലിവ് എന്താ നോക്കിയപ്പോൾ സംഭവം എന്താ, അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്. അങ്ങനെ ദാഹിക്കണുണ്ടാവും പാവത്തിന്. അങ്ങനെ ദാഹം മാറ്റാൻ കുറച്ച് പെട്രോളൊക്കെ വാങ്ങിച്ചെടുത്ത് പിന്നെ ആൾക്ക് ഉഷാറായേ. അങ്ങനെ പോയി നമ്മൾ അരീക്കോട് പാലത്തിൻ്റെ മുകളിലെത്തിണ്ടേ. ഇനി ഇവിടുന്ന് കുറേ പോകാനുണ്ട് കേട്ടോ നമ്മുടെ കല്യാണ വീട്ടിലേക്ക്. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല പച്ചപ്പോ ഹരിതാപോ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഏകദേശം നമുക്ക് ഇറങ്ങാനുള്ള ഒരു അങ്ങാടി എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയ. അവിടുന്ന് ഞങ്ങൾ പൊറോട്ടയും മുട്ട റോസ്റ്റുമാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് പൊറോട്ടനോട് വലിയ താല്പര്യം ഇല്ല, പക്ഷെ എന്നാലും നെയ് റോസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് കയറിയത്. പക്ഷെ അവിടെ അതൊന്നും ഇല്ല കേട്ടോ, വെള്ളപ്പം മാത്രമേ ഉള്ളൂ. എനിക്ക് വെള്ളപ്പം അത്രയും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പൊറോട്ടയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിവിടെ കല്യാണത്തിന് വന്നത് മാത്രമല്ല കേട്ടോ, വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. നമുക്കിവിടെ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ. അപ്പോൾ കൊറോണയ്ക്കൊക്കെ മുന്നേ അച്ഛൻ വന്നതാണ് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. അതൊന്ന് കാണാമെന്നും കൂടെ വിചാരിച്ചേ. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഓട്ടോ കുറച്ച് കയറുള്ളൂ, കുറച്ച് മുകളിലേക്കാണ് കേട്ടോ. ഒരു കുന്നൊക്കെ കയറി പോകണം. അങ്ങനെ അത്യാവശ്യം വലിയ കയറ്റമായതുകൊണ്ട് തന്നെ വണ്ടി കുറച്ച് കയറിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി നിർത്തി കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്നു പോവുകയാണേ. ഒരു ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ, അതിൻ്റെ അടുത്തായിട്ട് ആനപ്പിണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ആന വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെയും കയറിപ്പോയേ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ചെറിയ കയറ്റമാണ് എന്നൊക്കെ കേട്ടോ അച്ഛൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ കയറി എനിക്ക് മതിയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ പീലിക്കുട്ടീൻ്റെ കാര്യം ഷെയ്ത്താട്ടനും അച്ഛനും നോക്കിയതിനെ കൊണ്ട് എനിക്ക് പീലിക്കുട്ടീൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടേ വന്നിട്ടില്ല. കാരണം അവർ രണ്ടാളും തന്നെ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അച്ഛനും ഷെയ്ത്താട്ടനും കുറേ എടുത്ത കാര്യം മാത്രം പറഞ്ഞാൽ പോരട്ടോ, പീലിക്കുട്ടി കുറേ നടന്നിട്ടുമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കയറാൻ തുടങ്ങി. പണ്ട് നടന്നിരുന്ന വഴിയാണ്. ഇപ്പം അപ്പുറത്തൂടെ റോഡ് വന്നിട്ടുണ്ട്. റോഡ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇതുപോലെ കല്ലും ഒക്കെ പാകിയൊരു സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേനു അച്ഛൻ കുറേ കാലം മുന്നേ വന്നതാണെന്ന്. അങ്ങനെ വന്ന വഴിയാണ് കേട്ടോ. ഈ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇപ്പോൾ റോഡായിട്ടുണ്ട്. അങ്ങനെ കുറേ റോഡ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇത് റോഡ് എന്നും പറയാൻ പറ്റൂല, കുറേ കയറ്റം. പിന്നെ ഈ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ ഞാൻ കണ്ട വെള്ളം എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഇതാണ് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നത് ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണെന്നാണേ. ഞങ്ങളിവിടെ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്നുണ്ട് അച്ഛൻ നടക്കുമ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് മുകളിൽ എത്തലുണ്ട് എന്ന്. അങ്ങനെ അച്ഛന് കാത്തുനിന്ന് മതിയായി പിന്നെ അച്ഛൻ നടക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനും ശീതാട്ടനും പകുതിയിൽ ഇരിക്കും. പിന്നെ കുറേ നേരം അവിടെയും ഇവിടെ ഫോട്ടോ എടുത്ത് നിൽക്കും. അങ്ങനെ ഞങ്ങൾ അവസാനം അച്ഛൻ്റെ അടുത്ത് എത്തി കേട്ടോ. അങ്ങനെ ഏറ്റവും മുകളിലായിട്ടൊരു ചെറിയൊരു വീടുണ്ട് കേട്ടോ. ഇവിടെ ആദ്യമേ ഉള്ള വീടാണ്. ഇവിടെ ആകെ 2 വീടേ ഉള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിൽ ഒരു വീട് ഇപ്പം ഇല്ല, അവർ ഇവിടെയൊക്കെ വിറ്റിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറേ പോവാണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞൊക്കെയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മൂകാംബികയൊക്കെ പോയിക്കുകയാണെങ്കിൽ കുടജാത്രിയിൽ പോകൂലേ, കുടജാത്രിയിൽ പോകുമ്പോൾ ആ ട്രെക്കിംഗ് ഇല്ലേ വണ്ടിയിൽ പോകുന്ന സംഭവം, ആ സംഭവം എങ്ങനെയാണോ അത് നടന്ന് കയറുക, അതാണ് കേട്ടോ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് എത്തുക എന്നുള്ളത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അത്രയ്ക്കും കയറ്റമുണ്ട്. അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് ഈ മലയും കുന്നൊക്കെ കയറിയിട്ട് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അത് കുടജാത്രി പോയത് തന്നെയാണ് കേട്ടോ. ആ കുടജാത്രിയിൽ പോകുമ്പോഴും എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. ആ കുന്നൊക്കെ കയറുമ്പോൾ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. ഞാനിനി വരൂല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ആ ക്ഷീണവും കുഴക്കും ഒന്നുമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ മുറ്റത്താണെങ്കിൽ നല്ല വലിയൊരു നാരങ്ങ മരം ഉണ്ട്. പിന്നെ കുറേ പൂക്കളുണ്ട്. അതേപോലെ മുറ്റത്ത് നിറയെ കൊക്കോ മരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, നമ്മൾ നേരത്തെ ആനപ്പിണ്ടി കണ്ടില്ലായിരുന്നോ, അത് സാധാരണ തടി എടുക്കാൻ വരുന്ന ആനേൻ്റെ സംഭവമൊന്നുമല്ല. അതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ കാട്ടാൻ ഇറങ്ങും. സന്ധ്യ ആവാൻ തുടങ്ങിക്കുകയാണെങ്കിൽ കാട്ടാൻ ഇറങ്ങും എന്നാണ് അവർ പറഞ്ഞത്. അപ്പം വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കമ്പി തൂക്കിയിട്ടതാണ് കേട്ടത്. ഷോക്ക് അടിക്കുന്ന സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതാ കണ്ടോ അപ്പൂപ്പൻ താടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കുന്നൊക്കെ കയറി ഇവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വീടുണ്ട് എന്നറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നതല്ലേ, അവിടെ ഇപ്പോൾ ആളുകളുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ശീത്താട്ട വെറുതെ ഒന്ന് കൂക്കി വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ കൂക്കി വിളിച്ചപ്പോൾ ആദ്യം തന്നെ വന്നത് ഒരു നായയാണ്. ഒരു നായ കുരച്ച് ചാടി ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ച് ഞങ്ങൾ തിരിഞ്ഞു താഴേക്ക് മല ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലാണ് ഒരേട്ടൻ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ കുരങ്ങിൻ്റെ ശല്യമില്ലേ, കുരങ്ങും അതേപോലെ മലയണ്ണാൻ, മുള്ളംപന്നി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും.
അപ്പോൾ അതിനെയൊക്കെ പേടിച്ചിട്ട് അപ്പോൾ അവർ വളർത്തുന്നതാണ് ആ നായേനെ. നായ ഒന്നും രണ്ടോ ഒന്നല്ല കുറേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണെങ്കിൽ നിറയെ പറങ്കിമാങ്ങാണ്, മരവും ഉണ്ട്, അത് നിറയെ കായകൾ പറങ്കിമാങ്ങ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ പാട്ടത്തിന് എടുത്താന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അവർ. അങ്ങനെ പാട്ടത്തിന് എടുത്തിട്ട് അവർ വന്ന് പെറുക്കി കൊണ്ടുപോകും. അത് ഞങ്ങൾക്ക് തോന്നിയിട്ടോ അവർ വരുന്നുണ്ട്, ആളുകൾ വന്ന് പെറുക്കുന്ന സ്ഥലമാണെന്ന്. കാരണം ഒരു സ്ഥലത്ത് നിറയെ അണ്ടി മാത്രം എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞിട്ട് ആ കാമ്പ് കളയുന്ന രീതിയില്ലേ, അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഒരു ജീപ്പ് താഴോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് മുകളിൽ താമസിക്കുന്ന അവരുടെ ജീപ്പ് തന്നെ ആയിരിക്കുന്നു, കാരണം വേറെ വണ്ടികളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ അവർ അധികവും വണ്ടിയിൽ തന്നെയാണ് പോവാറ്. ഈ കയറ്റം അങ്ങനെ അവർ നടന്ന് പോവാറില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ പറങ്കിമാങ്ങ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ്. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ്, കുറേ പച്ച മഞ്ഞ എല്ലാ കളറിലും കൂടിയിട്ട് പറങ്കിമാങ്ങ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിങ്ങനെ മൊത്തം താഴെ വീണ് ഇങ്ങനെ കേടായി പോയത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കാം വലിയൊരു കവർ എടുത്ത് വന്നാൽ മതിയായിരുന്നു, എന്നാൽ കുറച്ച് പെറുക്കി കൊണ്ടുപോകുകയല്ലോ എന്ന്, നമുക്ക് ചുട്ട് തിന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പം അച്ഛൻ പറയാം അങ്ങനെ ഒന്നും എടുത്തുകൊണ്ടാകാൻ പറ്റൂല എന്ന്. എന്നാലും ഞാൻ 1-2 പെറുക്കി കൊണ്ടുവന്നുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ ഇതിൽ പറങ്കിമാങ്ങ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പല കളറിൽ പച്ചയുണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, അങ്ങനെ എല്ലാ കളറിലും. ഈ മല അങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ വിചാരിച്ചത് കയറാനാണ് ഏറ്റവും വലിയ പാടെന്ന്. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറങ്ങാനാണ് ഏറ്റവും വലിയ പാടെന്ന്. കാരണം നമുക്ക് കാലിൻ്റെ മസിൽ ഇങ്ങനെ വേദനയാവും കേട്ടോ. പിന്നെയാണെങ്കിൽ സ്ലിപ്പായി പോകുമോയെന്നൊരു പേടി. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും പേടിയായത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ മുകളിലെത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ കാട്ടാന ഇറങ്ങലുണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു ധൈര്യം വന്നത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട ആനപ്പിണ്ടിയൊക്കെ അല്ലേ, അതൊക്കെ നല്ല ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നും ഇന്നലെയൊന്നായിട്ട് ഇവിടെ ആന വന്നിട്ടില്ല. അപ്പോൾ അതൊരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ ഒക്കെ വന്ന സംഭവമാണ്. കാരണം അത്രയും അത് ഉണങ്ങി ചുക്കി ചുളിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു ഒരു ചെറിയ അരുവി, അതാണ് കേട്ടോ. അതിൽ നിറയെ വെള്ളം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതിനെ കൊണ്ടാണ് ഇതിൽ കുറച്ച് വെള്ളം കേട്ടോ. പിന്നെ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകളുണ്ട്. പീലിക്കുട്ടിയാണെങ്കിൽ ഇതിൽ ഇറങ്ങിയിട്ട് കയറാൻ കൂട്ടാക്കണേ ഇല്ല. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം കാലും കൈയൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, പാറക്കെട്ടിൻ്റെ ഉള്ളിലുള്ളതേ, നല്ല തെളിഞ്ഞ വെള്ളം. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ ഇവിടുന്ന് കുറേ കല്ലുകൾ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഈ കല്ല് കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ അത്രയും കല്ലുകൾ പെറുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ കല്ലുകൾ പെറുക്കിയെടുക്കണുണ്ട്. ശീത്തേട്ടൻ ചോദിക്കുക വലിയ പാറക്കല്ല് എടുക്കണമെന്ന്. ഞാൻ പറയാം അത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അതും എടുത്തിട്ടുണ്ടേനിന്ന്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇങ്ങനെ കിടക്കാൻ എന്താ രസം എന്നറിയോ. അല്ലാതെ കുറേ നേരം നടന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഒരു കിടക്ക പോലത്തെ ഒരു സംഭവം കിട്ടിക്കുകയാണെങ്കിൽ ആരെങ്കിലും കിടക്കാണ്ടിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര സുഖമായിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന്. പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പീലിക്കുട്ടി അവിടെ സ്ഥാനം പിടിച്ചു. പിന്നെ എനിക്ക് അവൾ മാറി തന്നതേ ഇല്ല. ആ സമയം കൊണ്ടാണ് ഞാൻ പിന്നെ കുറേ കല്ലുകൾ പെറുക്കിയെടുത്ത്. കണ്ടോ, അതൊക്കെ നല്ല വലിയ കല്ലുകളുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും നമുക്ക് എന്തായാലും പെറുക്കി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതിനെക്കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഭാഗത്തേക്ക് നോക്കിയതേ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് വെറുതെ കയറി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ വെള്ളങ്ങൾ ഒഴുക്കില്ലാത്തതുകൊണ്ട് തന്നെ മുകളിലേക്ക് കുറച്ച് കെട്ടി കിടക്കുന്ന വെള്ളങ്ങൾ അത്ര നല്ല വെള്ളം തോന്നിയില്ല. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു ചെറിയൊരു പാലമുണ്ട് കേട്ടോ. ആ പാലത്തിൻ്റെ അടിയിലുള്ള വെള്ളമാണ്, എവിടേക്ക് നമുക്ക് തീരെ ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോരുകയാണ്. നാട്ടിലേക്കല്ല കേട്ടോ, ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. അങ്ങനെ കല്യാണത്തിനെത്തി. പിന്നെ കല്യാണ വീടിൻ്റെ അടുത്തും കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ട്. അച്ഛൻ താഴെ സ്ഥലത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഇത് മേൽക്കൂരയൊക്കെയുള്ള നല്ല ഷെഡായിരുന്നു. പിന്നെ ഇവിടേക്ക് വരാതെയായി തുടങ്ങി. പിന്നെ അതൊക്കെ കേടായി തുടങ്ങി. ഇപ്പോൾ 4 ചുവരുകളുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ വെറുതെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പം അവിടെ ഷീറ്റൊക്കെ പൊളിഞ്ഞ് വീണെടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിൻ്റെ കല്ലാണോ എന്നറിയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഭക്ഷണമൊക്കെ പാകം ചെയ്തിട്ടുണ്ടേനി, ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. പിന്നെ അതേപോലെ കുറേ ചട്ടി കലം പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു വരവിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയി. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് കല്യാണ വീട്ടിലേക്കാണ്. പക്ഷേ കല്യാണ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ വലിയൊരു പാറ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പാറ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. പാറേൻ്റെ മുകളിൽ പാറേനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ടാങ്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നടന്നിട്ട് ആ പാറേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് വലിയ ടാങ്ക് എന്ന് പറഞ്ഞത്. ഈ ടാങ്കിൽ നിന്നാണ് എല്ലാവർക്കും വെള്ളം എടുക്കുന്നത്. മൊത്തമായിട്ട് വെള്ളം ടാങ്കിൽ അടിച്ചിട്ടിട്ട് ഇവിടുന്ന് എല്ലാവരും പൈപ്പ് ഇട്ടിട്ട് താഴോട്ട് എടുത്തതെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്തേക്ക് വെയിൽ. അങ്ങനെ ഞങ്ങൾ വേഗം കല്യാണ വീട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ കല്യാണ വീട്. അത് ആ റോസ് ഡ്രസ്സ് ഇട്ടതാണ് അച്ഛൻ്റെ മാമൻ്റെ മോന്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ക്ഷീണിച്ചുണ്ട് കേട്ടോ. അത്രയും സ്ഥലത്ത് ഇപ്പോൾ പോയില്ല. പീലിക്കുട്ടിക്കാണെങ്കിൽ ഒരു ക്ഷീണവും ഇല്ല. പിന്നെ ക്ഷീണം ഉണ്ടാവില്ലല്ലോ, അവളെടുത്ത് നടക്കല്ലേ. അവൾ ഭയങ്കര കളിയാണ് കേട്ടോ.
വെള്ളം കുടിച്ചാൽ ഒരു കണക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. പോണോടത്തു നിന്നൊക്കെ വെള്ളം വാങ്ങിച്ച് കുടിക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് തന്നു. അപ്പോൾ ആ വെള്ളം കൂടെ കണ്ടപ്പോൾ ആശ്വാസമായി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ദാഹിച്ച് വലഞ്ഞ് ക്ഷീണിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ ചുറ്റിക്കറക്കങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്താനായപ്പോഴത്തേനും ഒരു ഉച്ച നേരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണപ്പെണ്ണ് ഒരുങ്ങിയിട്ടൊന്നും ഇല്ല, സമയമായിട്ടില്ലല്ലോ. ഇന്ന് വൈകുന്നേരമാണല്ലോ അവിടെ പരിപാടി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ചോറിൻ്റെ ടൈമാണ്. അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോയി. സദ്യയാണ്, സാമ്പാറും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ച് വേഗം ഇറങ്ങിയിട്ടോ. പാർട്ടി തുടങ്ങാനൊന്നും നിന്നിട്ടില്ല. വൈകുന്നേരം മഴയൊക്കെ ആണെങ്കിൽ പിന്നെ പാടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളെ നാട്ടിലെത്തി. കുറേ നേരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കൂൾ ബാറിൽ കയറിയിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. അച്ഛന് ജ്യൂസ് വേണ്ട, ചായ മതി എന്ന് പറഞ്ഞതിനെ കൊണ്ട് അച്ഛൻ്റെ സംഭവം വേഗം കിട്ടി. അച്ഛൻ ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോഴത്തേനും പീലിക്കുട്ടീൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ച്. പീലിക്കുട്ടി അവിടുന്ന് വണ്ടിയിൽ കയറിയത് തൊട്ടിട്ട് ഭയങ്കര ഉറക്കത്തിലിരുന്നേ. അങ്ങനെ അച്ഛനൊരു ചായയും അതിൻ്റെ കൂടെ റവ കേക്കും മേടിച്ച് ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ച് വരുമ്പോഴേക്കും അച്ഛൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അച്ഛൻ്റെ ഒരു ഏട്ടനാണ് കേട്ടോ. അപ്പോൾ അവർ കല്യാണ വീട്ടിലുണ്ടായിരുന്നു. പോരുമ്പോൾ ഞങ്ങളെ കൂടെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് മാംഗോ ജ്യൂസാണ് വാങ്ങിച്ചത്. പീലിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മാംഗോ ജ്യൂസ്. അങ്ങനെ അവൾ അതും കഴിച്ച്. ഇന്ത്യയിൽ നിന്ന് പകുതി മുക്കാലും അവൾ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ വലിയൊരു യുദ്ധം കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബൈ.